സീരീസിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന് ഒരു ചെറിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്ന് ഞാനും അശ്വനും മാത്രമാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. സ്ഥലം റേദ വീഡംബ്രുക്ക് ബെർലിനർ സ്ട്രാസെ. ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്രയോളം ഉണ്ട്. ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? യെസ്. പൈസ എനിക്ക് വേണ്ട. ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ ഡ്യൂസ്ബർഗ് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ഈ പറയുന്ന സ്ഥലത്തേക്കുള്ള ട്രെയിൻ കയറി. ഇതൊരു എത്ര മണിക്കൂർ യാത്രയുണ്ട്? നമ്മളൊരു 3 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തും. ഒരു 2 മണിക്കൂറോളം ഇല്ല, ഇവിടുന്ന് ഡ്യൂസ്ബർഗിൽ നിന്ന് 1 മണിക്കൂറോളം യാത്ര. ഓക്കെ, 1 മണിക്കൂർ യാത്ര ഇനിയുണ്ട്. ഇന്നൊരു സണ്ണി ഡേ ആണ്, വലിയ തണുപ്പില്ല. ആ ഫ്രണ്ടിലത്തെ ചേട്ടൻ ബുക്ക് വായിക്കുന്നതാണ് നിങ്ങൾ ആ ഷെയ്ഡായിട്ട് കാണുന്നത്. കണ്ടോ, ഞാനിവിടെ വന്ന് ശ്രദ്ധിച്ചൊരു കാര്യം കൂടിയാണിത്. എല്ലാവരും ഇങ്ങനെ ട്രെയിനിലിരിക്കുമ്പോൾ മിക്ക ജർമ്മൻസും ബുക്ക് വായിക്കും. നമ്മുടെ നാട്ടിൽ എന്ത് വായിക്കും? നമ്മുടെ നാട്ടിൽ നമ്മൾ വായ നോക്കും. ആശ, പിന്നെ ഈ പ്ലഗിൽ ഇവിടെ എന്താണ് ചാർജ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഹാംബുർഗിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനത്തെ ഇല്ലായിരുന്നല്ലോ കുത്തേണ്ട സ്ഥലം. ഇതിനകത്തുണ്ട് ഗൈസ്, എവിടെയാണെന്നറിയോ? ഇവിടെ ഒരു സംഭവം വേറെ. എവിടെയാന്ന് കാണിച്ചു തരാം. ഇവിടെ അല്ല, ഞങ്ങളിവിടെ നോക്കി, ഇവിടെ കണ്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ട സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഓക്കെ ഗൈസ്, അത് കുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി ഗൈസ്. ഇത് എന്തൊട്ട് സ്ഥലടി? ഇതാണ് റേദ വീഡംബ്രുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. കണ്ടിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവിടെ ഇല്ലല്ലോടി. ഇനി ഇവിടുന്ന് 500 മീറ്റർ ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. എനിക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നേ? അത് പെട്ട പോലെ. മറ്റേ ഏത് സിനിമയിലും വെട്ട സിനിമയിലും ദിലീപ് അവിടെ പെട്ടതുപോലെ. എനിക്കിറങ്ങാൻ വേറെ സ്റ്റേഷനൊന്നും കണ്ടില്ലല്ലേ? ഞാൻ എന്ത് ചെയ്യാൻ? അവൻ എനിക്ക് ഇത് തന്നെ കാണിച്ചത്. ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ശൂന്യമായ ഒരു സ്റ്റേഷൻ. ഇവിടെ നമ്മൾ എന്താണോ അന്വേഷിച്ചത്? ഇന്ത്യൻ കോഫി ഹൗസോ? കോഫി ഹൗസ്. ഇന്ത്യൻ റെസ്റ്റോറന്റ് പോയിട്ട് എന്നതും കഴിക്കാൻ കിട്ടിയ ഭാഗ്യം എന്ന് തോന്നുന്നു. ആഷയുടെ സിറ്റി. ആഷ
ഇവിടുന്ന് ഏതാ ബസ്സാ? നടക്കണം എന്ന് അവൻ പറഞ്ഞു. നമ്മൾ നോക്കാം ബസ് ഉണ്ടോ നോക്കാം. ബസ് വേണ്ട, നടക്കാം. കാണാൻ എന്തേലുമൊക്കെ വേണ്ടേ? അതെ, ഗ്രാമങ്ങളിലൂടെ ഒരു യാത്രയാകാം. നമുക്ക് ഈ ജർമ്മനിയിലെ ഗ്രാമങ്ങൾ ആരും നീ കാണിച്ചു വിടത്തില്ലല്ലോ. കാണിക്കാലോ. നിന്റെ വീഡിയോസിലൊന്നും ജർമ്മനിയിലെ ഗ്രാമങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. അതും കൂടി കാണിക്കാലോ. എന്താ വൃത്തിയാ നോക്കിക്കേ. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് 700 മീറ്റർ. നമുക്ക് ബസ് ഉണ്ട് നോക്കണം. ഇത് തന്നെയാണോ വഴി? ഇത് തന്നെയാണ് വഴി. ശ്രുതിക്ക് പനിയാ കുറച്ച് ദിവസമായിട്ട്. അപ്പൊ പിന്നെ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറും. കണ്ടോ, എനിക്ക് എന്തൊരു ശ്രദ്ധയൊക്കെ ശ്രുതിയുടെ കാര്യത്തില്. ഇനി അവരുടെ വായന്ന് കേൾക്കണ്ട. അയ്യോ, നിനക്ക് മാപ്പ് നോക്കാൻ അറിയോ? ഇന്നതാ. അയ്യോ, ഓപ്പോസിറ്റ്. അപമാനിക്കുക. ഇത് പിടി, എല്ലാം പണിയിടും. നിന്നെയാണോ കാണുന്നത്? നോക്കട്ടെ. അതിൽ നീ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേ അവിടെ വെക്ക്, നോക്കട്ടെ. ഇങ്ങനെ വിടി. കൈവിട്. പിടി. ഇങ്ങനെ വേണം നടക്കാൻ കേട്ടോ. നിന്റെ നേരെ ക്യാമറ വരണം, എന്നാലേ നിന്നെ കാണുള്ളൂ. ഇപ്പൊ എന്നെ മാത്രമല്ലേ കാണുവോ? അയ്യോ, തട്ടി വീട്. പിന്നെ ബസ്സൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് പോയാലോ? ഓ സോറി, നിനക്ക് വെയിൽ തട്ടുന്നുണ്ടോ? അല്ലേ, വിറ്റാമിൻ ഡി ആണ്. ഏതോ സിറ്റിയിൽ കൊണ്ടുപോയ അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ ചക്കയുണ്ട് മാങ്ങയുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാണ്. എന്താ ഗൈസ് ഈ സ്ഥലത്തിന് പ്രശ്നം? നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലം, നല്ല ഗ്രാമീണ സ്ഥലം. എന്റെ ഫോണിന് എന്നെ മനസ്സിലായില്ല. ഇത് ഞാനാ. കുട്ടി ഒന്ന് തുടക്കി. അതെ, ഞാൻ പൊട്ടിയൊന്നും ഇടാറില്ല. എന്റെ നാച്ചുറൽ. നോക്ക് എല്ലാവരും വിചാരിക്കും ഈ കൊച്ചിന് എന്നെ വട്ടാണോന്ന്. കാര്യം ഇങ്ങനെ നീട്ടി പിടിച്ചു. വണ്ടി നിർത്തിയത് കണ്ടില്ലേ? എന്നെ ഭയങ്കര ബഹുമാനമില്ലാത്ത. ഫുഡ് അടിക്കണോ? ആദ്യം തോന്നിന്റെ ആ കണ്ടി വന്നിട്ടായിരുന്നു. അവിടെ ആ വീട് കാണിച്ചൊരു നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട് എന്റെ വീട്. കണ്ടോ, നല്ല വീട്. DHLന്റെ വണ്ടിയൊക്കെ വരും. ശ്രുതിക്ക് പട്ടീനെ പേടിയാണ് ഗൈസ്. ഇനി ഒരു 9 മിനിറ്റ് കൂടി നടക്കണം. നീ ഇത് തന്നെയല്ലേടി നേരത്തെ പറഞ്ഞത്? നേരത്തെ 7 മിനിറ്റ്, ഇപ്പൊ 9 പിന്നെ മഴ നോക്കിയിട്ട്. അല്ല 5 മിനിറ്റ് കൂടി ഉള്ളൂ.
വെയിലുള്ള വിറ്റാമിൻ ഡി ആ. അവിടെ എത്തിയിട്ട് അവിടെ ആരും ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ നേരെ ഇങ്ങ് വരും. എന്തിനാണ് അവിടെ പോകുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഒച്ചത്തി പറ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അവനെ കാണണം. അതല്ലല്ലോ മെയിൻ റീസൺ. ഉള്ളതുള്ള പോലെ പറ. പിന്നെ പറ. പിന്നെ അവൻ്റെ കയ്യിൽ എൻ്റെ അമ്മ 2-3 ടോപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അമ്മയടുത്ത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടാന്ന്. പക്ഷെ അമ്മയ്ക്ക് കൊടുത്തു വിട്ടേ മതിയാവും. അപ്പം അതും കൂടി ഒന്ന് പോയി എടുക്കണം. ഇവിടെയുള്ള ബിൽഡിങ്സിനെല്ലാം വൈറ്റ് കളർ. നീ ശ്രദ്ധിച്ചോ? നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് അല്ലേ? നീ ഗൂഗിൾ മാപ്പ് നോക്ക്. അതായത് അങ്ങ് നടന്നു വെച്ചേക്കാ. ഇങ്ങോട്ടേക്ക് തന്നെ. ഇങ്ങോട്ടേക്ക് അല്ല ഇങ്ങോട്ട് അല്ലേ? ഇങ്ങോട്ടേക്ക് അറിയില്ലല്ലേ മാപ്പ് നോക്കാൻ? എടി അല്ല, നമ്മള് വഴി തെറ്റിയോ? ഇങ്ങോട്ട് കറക്റ്റാ. നോക്ക് ഗൈസ്, എന്ത് രസമാണ് കാണാൻ ഇവിടെയൊക്കെ. നീ മാറ്, നീ ഒഴികെ ബാക്കിയെല്ലാം കാണാൻ എന്ത് രസാ. കണ്ടില്ല, എൻ്റെ കൂടെ വന്നതുകൊണ്ടാ സ്ഥലം രസമായതോ. നല്ല ഭംഗിയുള്ള ഐസ്ക്രീം എനിക്ക് വേണ്ട. ചുമ്മാ പറയാട്ടോ, പ്രിയമ്മേനെ പേടിച്ചിട്ടാ. എന്ത് രസം ഇവിടെയുള്ള വീടൊക്കെ കാണാനായിട്ട്. 45 euro കാണിക്കണമായിരുന്നു. നാഷണയ്ക്ക് വെറുതെ പൈസ ഇട്ടിരിക്കുന്നത് നാഷണയുടെ വക. ചെലവുണ്ട് ഗായ്സ്. ഹലോ പീറ്ററേ, നീ എത്ര ഇട്ടേ? 45. നീ നിന്ന 45 ഇട്ടേ, ഞാൻ 15 പറഞ്ഞേ. ഓണാക്ക്. ഹലോ ഗായ്സ്, ഇതാണ് നാട്ടിൽ പോകുന്ന അബി പീറ്റർ. മിസ് ഗായ്സ്, എല്ലാരും മിസ് പറ. മിസ് ഗൈസ് പറ. മിസ് യു. ഞാൻ ഷിപ്പിനാണ് പോണത് ഗൈസ്. എന്നീ കാണാ? 7-ാം തീയതി. എന്നാ കാണുവാന്ന്? ഇനി ഒക്ടോബർ 7. എല്ലാവർക്കും ഒരു ബൈ പറ. ബൈ. പോയി വരുമ്പോ എന്താ കൊണ്ടുവരിക? കൊറേ ഫോട്ടോസ് കൊണ്ടുവരാം, നാട്ടിലെ ഞാൻ കഴിച്ച ഫുഡിന്റെ ഒക്കെ. അത് നീ വേറെ വല്ലവർക്കും കൊടുത്തോ? ഓക്കെ, ചേട്ടാ. നോക്ക്, ഗാർഡൻ വെച്ചേക്കണത് വീടിന്റെ സൈഡിൽ. നോക്ക് എന്ത് രസം. അതായത് ബിൽഡിങ്ങിനൊക്കെ. ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നൈസായിരിക്കില്ലേ? പക്ഷെ ഞാൻ എടുക്കും, നീ പ്രതീക്ഷിക്കണ്ട. നീ എടുത്ത് തരുമെന്ന് എനിക്കറിയാം, തരൂടാന്ന് എനിക്കറിയാം. കാരണം എല്ലാം കൊളാക്കി തരാനും എന്നെ അപമാനിക്കാനും അല്ലേ നിനക്കറിയാവുള്ളൂ. എന്ത് രസമായി ടൗണ് കാണാൻ. ഫുള്ള് വൈറ്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തന്നെ. ഇവിടം വരെ ഞാൻ കൊണ്ടുവന്നു. ബാക്കി നിനക്ക് പോകാനറിയില്ല. ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ. ഫോട്ടോ എന്നാ വിചാരിച്ചേ? അല്ല, വീഡിയോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള നഗരം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലം ഇഷ്ടമാണോ? എനിക്ക് ഇങ്ങനത്തെ സ്ഥലമാണ് ഇഷ്ടം. ഇഷ്ടമാണ്. എനിക്കധികം ലൗഡായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടമല്ല. ഇത് എത്താനോ? എവിടെയാ? നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ബെർലിനർ സ്ട്രാസെ 39 നമ്പർ. ഇതാണോ? കുറേ പിള്ളേരുടെ സൈക്കിളൊക്കെ കാണുന്നുണ്ട് ഗൈസ്.
ഞാൻ ഇനി വീഡിയോ ഓഫ് ആക്കുവാണേ. വീഡിയോ ഓഫ് ആക്കുവാണേ, പിന്നെ കാണാം. ഹായ്. അതിനോട് പറ. ഇത് മലയാളികളുടെ വീട് തന്നെയാണ്. കാരണം നോക്കൂ, ഉണക്കാനിട്ടിരിക്കുന്നത്. ചെറിയ ആപ്പിളാണോ? വീട് മാറിയോ? ശരി, നിന്റെ വഴി ഏതൊന്ന് കാണിച്ചാടാ. ഓക്കെ. സ്ഥലമെത്തി ഗൈസ്, പിന്നെ കാണാം. ഞങ്ങൾക്ക് അവിടെ തിരിച്ചെത്തണം. വീഡിയോ വരുന്ന പ്രശ്നമുണ്ടോ? ഇത് റീലല്ലോ, യൂട്യൂബിലേക്കാ. പഠിക്കാൻ അഭിനയിക്കാൻ പറഞ്ഞു. എല്ലാരും ഫുഡ് ടെക്നോളജിയാ? എങ്ങനെയുണ്ട്? ടെക്നോളജി ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കും. ഫുഡ് ടെക്നോളജി അതൊന്നും ആർക്കും അറിയില്ല. വീഡിയോ ഇട്ട് പ്രൊമോഷൻ കൊടുക്കും. ഇവന്റെ കയ്യില്ലേ 600 ബാലൻസ് കിട്ടുന്ന എല്ലാം പിടിച്ചതിന് ശേഷം. പക്ഷെ 170 യൂറോയ്ക്കൊക്കെ ഇത് ഭയങ്കര ഇതല്ലേ. ഇവിടെ റൂമാണോ? അതും റൂമാ? ഇതൊരു സിംഗിൾ റൂം. ഇത് റൂം അല്ലായിരുന്നു, അപ്പൊ രണ്ടുപേര് വന്നപ്പോ റൂമാക്കി എടുത്ത. ഇത് കോമൺ ആയിട്ടുള്ള ഫ്രിഡ്ജാണോ അതോ ഓരോരുത്തർക്കും എല്ലാവർക്കും ഫ്രിഡ്ജ് ഉണ്ട്? ഹലോ ഹലോ. ഇത് മുകളിലത്തെ കിച്ചൺ, അവിടെ ഒരു സിംഗിൾ, അതൊരു സിംഗിൾ റൂം. മറ്റേ മൊത്തം 14 പേരെ ഇവിടെ. പേരെന്ന് പറഞ്ഞേക്കുന്നത്? എന്റെ പേര് അതുൽ. അതുല്. എവിടെയാ? നാടെവിടെയാ? വർക്കല. വർക്കല. എന്റെ പേര് പോൾവി. പോൾവി. കോട്ടയം. കോട്ടയത്ത്. സ്നേഹമോൾ ചേർത്തല. ചേർത്തല. അക്ഷയ് കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂർ ഇരിട്ടി. ഇരുട്ടി എവിടെ? ഇരിട്ടി അടക്കാനും. ഞാൻ എടൂരാ വീട്. എടൂരോ? എന്റെ നാട്ടുകാരനെ കണ്ടു. ഇതിലെന്തെങ്കിലും നിങ്ങക്ക് എടുത്തത് മോശമായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളെ മോശമായി പോയെന്ന് തോന്നുമ്പോൾ നമ്മള് കമ്പനി ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നോക്കി കണ്ടും ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ പണി കിട്ടും. അതായത് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ കുറച്ച് ഫിസിക്കൽ വർക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഗേൾസിനില്ല. ഗേൾസിന് കുഴപ്പമില്ല, പക്ഷെ ബോയ്സിനെ കൊണ്ട് അധികം ഫിസിക്കൽ വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അതായത് ഗേൾസിന് സെപ്പറേറ്റ് വർക്ക്, ബോയ്സിന് സെപ്പറേറ്റ് വർക്കാണ്. വലിയ കമ്പനിയാണ്. വലിയ കമ്പനിയിൽ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതുപോലെ പല ഡിപ്പാർട്ട്മെന്റിൽ പല ജോബ്. നമ്മളിപ്പോ കറക്റ്റ് നമ്മുടെ കമ്പനിയിൽ ചെയ്യിക്കുന്നത് ലാബ് ഇൻസ്പെക്ടർ, ടെക്നിക്കർ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റിന്റെ വർക്കല്ല നമ്മൾ ചെയ്യുന്നത്. പല ഡിപ്പാർട്ട്മെന്റിലുള്ള പല വർക്കുകൾ നമ്മൾ ചെയ്യണമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ കമ്പനിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ പല സ്ഥലത്ത് നമ്മളെല്ലാവരും പല സ്ഥലത്ത് ആയതുപോലെയാണ്. പിന്നെ അകത്ത് നമുക്കൊരു കോണ്ടാക്ട് ഇല്ല. പൗസന്റെ സമയത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂ. അങ്ങനെയാണ്. അപ്പം ഗേൾസിന് കമ്പാരിറ്റീവ്ലി എന്തെങ്കിലും ഓഫീസ് വർക്കോ ഇരിക്കാനുള്ള അങ്ങനെ ഭയങ്കര ബോറിംഗ് ആണ്. അവർക്ക് പ്രത്യേകിച്ച് വർക്ക് ജോലിയൊന്നും ഇല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ചുമ്മാതിരിക്കുകയാണ് പല ഗേൾസും. പക്ഷെ ബോയ്സ് അവിടുത്തെ വർക്കേഴ്സിന്റെ കൂടെ നിന്നിട്ട്
വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കോഴ്സ് ഇപ്പോൾ. നാട്ടിലെ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സും ഇവിടെ നാട്ടിൽ എന്തായാലും നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? നാട്ടിലെ ഒരു കോഴ്സ് പഠിക്കുന്ന പോലെ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു കോഴ്സ് പഠിക്കുന്നത്. അത് ഏത് കോഴ്സ് ആയാലും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. സിലബസും എല്ലാ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമുക്ക് അധികം പഠിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ പോലെ ഒരുപാട് പഠിക്കാനില്ല. ഇവിടെ നാട്ടില് മെയിനായിട്ട് തിയറിയാ നോക്കുന്നെങ്കിൽ ഇവിടെ പ്രാക്ടിക്കലാണ് നമുക്ക് കൂടുതലുള്ളത്. പക്ഷെ നമ്മള് പ്രാക്ടിക്കൽ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. നമ്മള് സാധാരണ ജോലിയാ ചെയ്യുന്നത്. അതായത് ഞങ്ങളിപ്പോ എടുത്തേക്കണ കോഴ്സ് എന്ന് പറയുന്നത് ഫുഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ് എടുത്തേക്കണേ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ജോലി കിട്ടിയിരിക്കുന്നത് ഫുഡ് ടെക്നീഷ്യനായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് പഠിച്ച ജോലി ഉറപ്പാണോ? ജോലി ഉറപ്പാ. കോഴ്സ് നല്ലതാ. നമ്മുടെ കമ്പനിയിൽ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്. അതായത് നമുക്കിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ജോലി കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാവില്ല ജോലി കഴിഞ്ഞ് നമ്മളെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഇപ്പോഴുള്ളവരുടെയും ഇപ്പോഴുള്ള നമ്മുടെ സീനിയേഴ്സിന്റെ അഭിപ്രായം. അതാണ്, നമുക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. പഠിക്കാൻ കുറച്ച് ഇതുണ്ട്. അതെ, പഠിക്കാനല്ല നമ്മുടെ ജോലി കുറച്ച്, അതായത് ഇപ്പോഴത്തെ നിലവിലെ ജോലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ ഇപ്പൊ നഴ്സിംഗ് ഒക്കെയാണ് 3000 ഒക്കെയാണ് സാലറിയുടെ ഒരു ഇത് വരുന്നത്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയോ? 2500 ഒക്കെയാണ് എക്സ്പെക്ടേഷൻ. ഓക്കെ, ആർക്കെങ്കിലും അറിഞ്ഞോട്ടെ. കാരണം നമ്മുടെ നാട്ടില് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോഴേ നഴ്സിംഗാ ഉള്ളൂ. ഇപ്പൊ മെക്കട്രോണിക്സും കുറച്ച് പോപ്പുലർ ആവുന്നുണ്ട്, ലോജിസ്റ്റിക്സും. അപ്പൊ പിള്ളേര് വെറുതെ ട്രാഫിലായി പോയി വെറുതെ നഴ്സിംഗ് എടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഹൗസ് ബിൽഡിംഗ് എടുക്കാൻ നിൽക്കുന്നവരോട്. ഇപ്പം ഏത് ഹൗസ് ബിൽഡിംഗ് എടുത്താലും കുറച്ച് പണിയെടുക്കേണ്ടി വരും. അത് ഹൗസ് ബിൽഡിംഗ് മാത്രമല്ല, നമ്മളിപ്പം ബാച്ചിലേഴ്സിനായാലും അല്ലാതെ മാസ്റ്റേഴ്സിന് വരുന്നവരായാലും കുറച്ച് പാർട്ട് ടൈം ഒക്കെ എടുക്കേണ്ടി വരും. അപ്പം നാട്ടിലെ വീട്ടിലും പണിയെടുത്ത് ശീലമില്ലാത്തവർക്കാണ് ഇവിടെ വന്ന് പണിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. പക്ഷെ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എല്ലാവരും 2 മാസം കൊണ്ട് സെറ്റാണ്. ഇപ്പൊ വർക്ക് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് ഫിസിക്കൽ വർക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് പിന്നെ പരാതിയൊന്നും പറയാനില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. പണിയൊന്നും എടുക്കാണ്ട് വീട്ടിൽ തന്നെ നിന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കോഴ്സ് നല്ലതാ. കമ്പനി ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ഫിസിക്കലി വർക്ക് ചെയ്യണ്ടാത്ത കമ്പനി നോക്കി ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ബൈ ബൈ. വരുവാണോ? ഈ സ്ഥലങ്ങളൊക്കെ പുതിയ സ്ഥലം എങ്ങനെയാ? ഇങ്ങോട്ടാ? എങ്ങോട്ടാ? അങ്ങോട്ടാണോ? കുറച്ചുകൂടി താഴെ തുറന്നല്ലോടാ. ഒരു പാമ്പ്. ബാനോഫ് എവിടെയായിരുന്നു? ഇതുവഴി ഏതൊരു ബാനോഫിലേക്ക് സുഖം. പക്ഷെ നിങ്ങളുടെ സ്ഥലം നൈസാട്ടോ. മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഉച്ചവരെ മാർക്കറ്റ് ഉണ്ടാവും. ഒരു ജർമ്മനി ഫീലുണ്ട് സാധനം. എത്താത്തെ അന്ന് ഇങ്ങനത്തെ പാക്കറ്റിന്റെ അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അമ്മ കൊടുത്തിട്ട്
കാണാതിരിക്കാനല്ല, കാണാൻ. സോറി, നമുക്ക് അവൻ കാണാം. ഞാൻ പെന്ന് കൊടുത്തു വിടണമെന്ന് പറഞ്ഞേ. അവൻ പെന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. പപ്പയുടെ പെന്ന് എടുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്തേക്കണം. നല്ല ടോപ്പാണ് അമ്മേ. നമുക്കത് പറിച്ചു കളയണ്ട. പിന്നെ നല്ലതാണോ അത്? പിന്നെ കുഴപ്പമില്ലല്ലേ? വേണ്ട. നെയ്യ് അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ പോയ വീട്ടിലുള്ള അവിടെ ഒരു 10-12 പേരുണ്ട്. അവരെല്ലാവരും പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് അല്ല, അവർ ഹൗസ് ബിൽഡിംഗ് തന്നെയാണ്. അവർ ചെയ്യുന്ന കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്രാഫ്റ്റ് ഫ്യൂർ എന്തോ ടെക്നോളജി ലേബൻസ്മിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഫുഡ് ടെക്നോളജി കോഴ്സാണ് അവർ ചെയ്യുന്നത്. ഹൗസ് ബിൽഡിംഗ് കോഴ്സ് 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് അതാണ് ചെയ്യുന്നത്. അതിന് കുറച്ചൊക്കെ ഡീറ്റെയിൽസ് അവർ തന്നെ പറയുന്നത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് കുറച്ച് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വർക്ക് ചെയ്യുന്നത് ഒരു മീറ്റിൻ്റെ ഫാക്ടറിയിലാണ്. അപ്പോൾ അതിന് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം മീറ്റ് ലോഡ് ചെയ്യുക, പിന്നെ അതിനെ റീലോഡ് ചെയ്യുക, സ്റ്റോക്ക് അറേഞ്ച് ചെയ്യുക. അവരുടെ പണി കുറച്ച് ഭാരപ്പെട്ട പണിയാണ് എന്നാണ് അവർ പറഞ്ഞത്. വെയിറ്റ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ നല്ല തണുപ്പുള്ള -30 ഡിഗ്രിയിലാണ് ഇന്നലെ അവൻ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ നോർമലി അവർ വർക്ക് ചെയ്യുന്നത് 3 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം ജാക്കറ്റ് അവർക്ക് കിട്ടും കേട്ടോ. ജാക്കറ്റ്, ഷൂ, കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് കിട്ടും. പക്ഷെ എന്നാലും പയ്യെ നടക്ക്. അപ്പം അങ്ങനെ അതാണ് അവരുടെ വർക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഞങ്ങൾ നഴ്സിംഗിൽ നിന്ന് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത്, ചിലപ്പോൾ അത് ഓരോ കമ്പനി വ്യത്യാസമായിരിക്കും. അവർക്ക് വീക്ക്ലി 2 ദിവസമാണ് ക്ലാസ് വരുന്നത്, പിന്നെ വർക്ക്. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്കിപ്പോൾ 2 മാസം വർക്കാണെങ്കിൽ 2 മാസം ക്ലാസ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, എപ്പോഴും ക്ലാസ്സും ഉണ്ട്, എപ്പോഴും വർക്കും ഉണ്ട്. പക്ഷേ ക്ലാസ് കുറവാണ്, പക്ഷേ പ്രാക്ടിക്കലാണ് കൂടുതൽ വരുന്നത്. ഇപ്പം ഇവർക്ക് ഡിഫിക്കൽട്ടാന്ന് പറയുന്നത് ചിലപ്പോൾ മീറ്റ് ഫാക്ടറി ഒക്കെ ആയതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറികളിലുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ബിയർ ഫാക്ടറി, അങ്ങനെ ഒരുപാട് മേഖലകൾ വരും. അപ്പോൾ അതിലൊക്കെ ആയിരിക്കും ഫുഡ് ടെക്നോളജി ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടി വരിക. പിന്നെ എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി വരുമ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും പോയിട്ട് പണിയെടുക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ വയസ്സായവരുടെ ഇതിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ, ആംബുലാൻസ്, ഇങ്ങനെ നമ്മൾ ഈ 3 വർഷത്തെ നമ്മൾ പല ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ ഈ 3 വർഷം ഏതാണോ കമ്പനി, അതിപ്പോൾ മീറ്റിൻ്റെ കമ്പനിയാണെങ്കിൽ ആ 3 വർഷം അവരവിടെ തന്നെയാണ്. അതെനിക്കൊരു ഇതായിട്ട് തോന്നി, ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എപ്പോഴും എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ശരിക്കും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോയതൊന്നും അല്ല. അശ്വനയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ ഇൻസിഡൻ്റലി അങ്ങനെയുള്ള കുറച്ച് പേരെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ലക്ക് പോലെ എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഫുഡ് ടെക്നോളജിക്ക് പോവുകയാണെങ്കിൽ അവന് കിട്ടിയിരിക്കുന്ന മീറ്റ് ഫാക്ടറി, അവൻ്റെ കൂടെയുള്ള 2 പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ ഈ മീറ്റ് ഫാക്ടറിൻ്റെ വർക്ക് ആയിരിക്കില്ല ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന വർക്കും. അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതേപോലെ ബിയർ ഫാക്ടറി, പിന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷം ഈ ചോക്ലേറ്റ് ഫാക്ടറി തന്നെയായിരിക്കും വർക്ക്. അതെ. അതിലെ ഗൈസ് ക്രോസ് ചെയ്തിട്ട് അശ്വന ഓടുകയാണ്. പിന്നെ അവൻ അറിയത്തില്ലായിരുന്നു മീറ്റ് ഫാക്ടറിയില്ല ജോലിയെന്നോ എന്താ പണിയെന്നോ. അതൊന്നും നമുക്കെന്നൊക്കെ പറയുമ്പോൾ പണി എന്താന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ്. ശരിയാ. പിന്നെ എനിക്കൊരു വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നാനുള്ള അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ 10-12 പേരുണ്ട്, അതിനകത്ത് ഗേൾസ് ഉണ്ട്, 2-3-4 പേര് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഈ ബോയ്സിന് കിട്ടുന്ന സെക്ഷനും ഗേൾസിൻ്റെ സെക്ഷനും വേറെയാണ്. ഗേൾസ് പലർക്കും ബ്യൂറോ, അതായത് ഓഫീസാണ് വർക്ക് വരുന്നത്. പക്ഷെ ബാക്കിയുള്ള ബോയ്സിന് കറക്റ്റ് നമുക്ക് ഫാക്ടറി തന്നെ അകത്ത് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗേൾസിന് കുറച്ച് കൺസിഡറേഷൻസ് ഉണ്ട് ഈ ഒരു ജോലിക്ക്, ബോയ്സിന് കുറച്ച് പാടാണെന്നാണ്. അപ്പോൾ എല്ലാ കമ്പനിയിലും വ്യത്യാസമായിരിക്കും അല്ലേ?
നമുക്ക് ഓരോ രീതികളാണ്. അപ്പോൾ ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി നിങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഉർലോബിൻ്റെ 5ാമത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ദിവസത്തിലെ നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ശരി, എന്തെങ്കിലും പറയാനുണ്ടോ അഷ്ന? ഒന്നും പറയാനില്ല. സന്തോഷമായോ? സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? സന്തോഷമായി. വീട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? കിട്ടിട്ടോ. അപ്പോൾ ഓക്കെ ശരി എന്നാൽ.